ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി കരുണാപുരത്തെ മാതൃകാ കർഷകനും കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയുമായിരുന്ന ശ്രീ KD തോമസ് കാരയ്ക്കലിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ആന്റണി മുനിയറ. കാർഷിക രംഗത്ത് വർഷങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകാ കർഷകനും അതോടൊപ്പം തന്നെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയുമായിരുന്ന KD തോമസ് കാരയ്ക്കലാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാർഷിക മേഖലയെക്കുറിച്ച്, പ്രത്യേകിച്ച് കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക മേഖലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് അങ്ങ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടുത്തെ കാർഷിക രംഗത്തിന് ഏതെല്ലാം തരത്തിലാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത്? ഏതെല്ലാം തരത്തിലാണ് ഈ കാർഷിക രംഗത്തിന് മങ്ങലേറ്റിട്ടുള്ളത്? കരുണാപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനുള്ളിൽ ഈ അടുത്ത കാലത്താണ് കൃഷിഭവൻ കരുണാപുരത്തോട്ട് തന്നെ വന്നത്. നേരത്തെ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം തൂക്കുപാലം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും കരുണാപുരത്തിന്റെയും കൂടെ അതിർത്തിയിലായിരുന്നു. അതിപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് കരുണാപുരത്ത് തന്നെ വരികയും കരുണാപുരം പഞ്ചായത്ത് ഓഫീസിലുമായി ബന്ധപ്പെട്ട് കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ സഹായമൊക്കെ ഈ പ്രദേശത്ത് ഇപ്പം ലഭ്യമാണ്. ഇവിടുത്തെ പഴയ കൃഷികൾ എന്തായിരുന്നു? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കൃഷികൾ എന്തൊക്കെയാണ്? പഴയ കാലത്ത് ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ കാലി വളർത്തലും ഒപ്പം തന്നെ കുരുമുളക് കൃഷിയായിരുന്നു മെയിനായിട്ടിരുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടിട്ടോ എന്താണെന്ന് അറിയത്തില്ല, കുരുമുളക് കൃഷി നാശത്തിന്റെ വക്കിലാണ്, വളരെ കുറവ്. രണ്ടാമത് ജൈവ രീതിയിലാണ് പലരും കുരുമുളക് കൃഷി ചെയ്യുന്നത്. ഇതിന്റെ കാരണം പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹായത്തോടുകൂടി ഈ പ്രദേശത്തെ പല വാർഡുകളിലും കുരുമുളക് സംഭരണം നടത്തി അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കൃഷിക്കാരന് പേപ്പർ വിലയേക്കാളും 10-25 രൂപ കൂടുതലും മറ്റ് ചില സബ്സിഡികളും ഒക്കെ അവർ തരപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുമ്പുണ്ടായിരുന്ന ഒരു കൃഷികളും മുമ്പുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയും ഒക്കെ കരുണാപുരത്ത് എങ്ങനെയായിരുന്നു? നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8 മാസം അടുപ്പിച്ച് തന്നെ മഴയും മഴക്കാലവും ചെറിയ ചാറ്റൽ മഴകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറെ കാലമായിട്ട് അത് മാറിപ്പോയതെന്ന് പറഞ്ഞാൽ അത് എന്താ കാരണമെന്ന് പലപ്പോഴും അതിനെപ്പറ്റി ആർക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പഴയ രീതിയിലേക്ക് മാറുകയും മഴ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുരുമുളക് കൃഷിയുടെ തകർച്ച, വില കുറവ് എല്ലാം വന്നപ്പോൾ ഏലകൃഷിയിലേക്ക് മാറി. ഏലത്തിന് വില കൂടിയപ്പോൾ എല്ലാവരും ഏലകൃഷിയായി. ഇപ്പൊ ഏലത്തിന്റെ വില തകർന്നു, അതും പിടിച്ചു നിൽക്കാൻ മേലാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പൊ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി കൂടുതൽ വിലയ്ക്ക് കുരുമുളക് എടുക്കുന്നു എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കുരുമുളകിനല്ലേ അങ്ങനെ എടുക്കത്തുള്ളൂ? അപ്പൊ അതിനകത്ത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടേ? വേണം, ആവശ്യമാണ്. ഞങ്ങൾക്കെല്ലാം അതുള്ളതാണ്. എനിക്ക് ഏലകൃഷിയുണ്ട്, കുരുമുളക് കൃഷിയുണ്ട്. എങ്കിലും കുരുമുളക് കൃഷി ചെയ്യുന്നിടത്ത് ഒരു ഏലവും ഇല്ല, ഒന്നുമില്ല, മരുന്നടിക്കാൻ പാടില്ല, ജൈവ രീതി ചെയ്യണം. അവിടെ നമ്മൾ രാസവളങ്ങൾ പ്രയോഗിക്കുന്നില്ല. അവിടെ നമ്മൾ ശരിക്കും ചാണകവും ഉപയോഗിക്കുന്നു, കിട്ടുന്ന എടുക്കുന്നു. അതുകൊണ്ട് ഉൽപാദനം വളരെ കുറവാണ്. അതാണ് പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ തികച്ചും ജൈവ രീതിയിൽ വേണമല്ലോ നമ്മൾ കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ. PDS കൊടുക്കുമ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടുന്നുണ്ട്? മാർക്കറ്റ് വിലയേക്കാൾ 25 രൂപയാണ് നമുക്ക് കൂടുതൽ. 400 രൂപ വിലയുണ്ട്, 425 തരും. അപ്പം അന്നേരം പൈസ വേണം, അന്നേരം പൈസയാണ്, കുഴപ്പമില്ല. പിന്നെ അവരെ ഇടയ്ക്ക് വന്ന് കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരുകയും ചെയ്യും. ടോമി ചേട്ടൻ എന്തോരം സ്ഥലത്ത് കുരുമുളക് ചെയ്യുന്നുണ്ട്? ഞാൻ 50 സെന്റ് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഏതിനമാണ്? എത്ര വർഷമായി? കരിമുണ്ടച്ചെടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിമുണ്ട ഇപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞതാണ്. രണ്ടാമത്തെ റീപ്ലാന്റ് ആണത്. ഇപ്പോൾ അതും കേടാണ്, തലവാട്ടം പെട്ടെന്ന് ഉണ്ടാവുകയും ഇത് പോവുകയും ചെയ്യുവാണ്. ഇപ്പോഴത്തെ ഒരു പരിപാലന രീതിയൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എന്തൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ദ്രുതവാട്ടമൊക്കെ ഉണ്ടാവുന്നതും? നമ്മൾ കുരുമുളക് പറിച്ചു കഴിഞ്ഞിട്ട് മഴക്കാലത്തിനോട് മുന്നോടിയായിട്ട് ചുവടിളക്കി ചാണകപ്പൊടി ഇട്ട് കൊത്തി മൂടുന്നൊരു പരിപാടി. പിന്നെ നവംബർ മാസത്തിൽ മൊത്തം ഒന്ന് കിളയ്ക്കും. അത് കഴിഞ്ഞാൽ ജനുവരി ആകുമ്പോഴത്തേന് കാട് ചെത്തി തെളിച്ചിട്ടിട്ടാണ് മുളക് പറിക്കാൻ തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് ചിങ്ങമാസത്തിൽ ഒരു തളിപ്പ് കൊതിച്ച് ഉണ്ടാകും. വേനലിനെ ഇപ്പോൾ കുരുമുളക് പറിക്കെല്ലാം കഴിഞ്ഞിട്ട് തൈമുരിക്കാണ് നമ്മൾ കാലെടുക്കാനായിട്ട് വേണ്ടി ഒരു വെട്ടിയൊരുക്കലും ഒക്കെയുണ്ട്. മുള്ളുപൊരിക്കലാണോ? മുള്ളുപൊരിക്കാണ് കൂടുതലും. അത് മുളക് പറിച്ചതിന് ശേഷമാണ് കൊടിയും കെട്ടി മുരിക്കും വെട്ടി ഇറക്കുന്നൊരു പരിപാടി കൂടി ഉള്ളത്. പലപ്പോഴും മുള്ളുപൊരിക്കിന് രോഗബാധയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് അങ്ങനെയുണ്ടോ? രോഗബാധ ഉണ്ട്, വ്യാപകമായിട്ടില്ല. താങ്ങുമരമായിട്ട് ഇപ്പം നമ്മൾ വേറെ കിളിഞ്ഞിലും അങ്ങനെയുള്ള മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
15 വർഷമായിട്ട് കുരുമുളക് കൃഷി നടത്തുന്ന ഒരാളാണ്. ആദ്യഘട്ടത്തിൽ ഇപ്പൊ 2ാം ഘട്ടത്തിലുള്ള കൃഷിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിലും കരിമണ്ട തന്നെയാണോ? അല്ലല്ല, ആദ്യഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പന്റെ ഒക്കെ കാലത്തുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ജീരകമുണ്ട, അത് ഡിസംബറിൽ നമ്മൾ വിളവെടുക്കുന്നതായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് മാർജനമായി. പിന്നെ കുതിരവാരിക്കൊടി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരായക്കൊടി എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരിൽ. പിന്നെ പിരിയമുളകുണ്ട് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി, കൊടിയെല്ലാം പോയി. രണ്ടാമത് ഇപ്പം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. വളപ്രയോഗം എന്താ ചെയ്യാറ്? ചാണകമാണ് കൂടുതൽ. ചാണകം ഉപയോഗിക്കും. ചാണകം ഇടുന്നതിന് മുമ്പായിട്ട് ചിലപ്പം കുമ്മായി ഇട്ട് മൊത്തം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചാണകം ഇടാറുള്ളത്. ഈ പൊതുവെ ദ്രുതവാട്ടം മുൻപുണ്ടായിരുന്ന കൊടികളും ദ്രുതവാട്ടം വന്നാണോ നശിച്ചു പോയത്? അതേല കൊഴിഞ്ഞും തണ്ട് രോഗങ്ങളും ഒക്കെ ആയിട്ട് വന്ന് നശിച്ചു പോയത്. ഇപ്പൊ ഈ ചെടി ചെയ്തിട്ട് കുരുമുളക് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പം ചെയ്തിട്ട് 15 വർഷം കഴിഞ്ഞു. കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. എന്നാലും അത്ര മെച്ചമല്ല, ഉൽപാദനം കുറവാണ്. കുരുമുളകിന്റെ ഒരു പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ കുരുമുളക് കൃഷി നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്, ഒരു കാലഘട്ടത്തിൽ കുരുമുളക് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു മേഖലയാണല്ലോ. അതിൽ നിന്നാണ് ഏലം കൃഷിയിലേക്ക് കർഷകരെല്ലാം മാറിയത്. അപ്പൊ തനിവിളയായിട്ട് കുരുമുളക് ചെയ്യുന്ന ടോമിച്ചേട്ടനെ പോലുള്ള കൂടുതൽ പേരുണ്ടോ? ഇവിടെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളക് വർഷത്തിലൊരു ആദായമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുരുമുളകിനെ ഒക്കെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി കൃഷിഭവനിൽ നിന്നും കാര്യമായ സഹായമില്ല. ഒരു വാർഡിലെ 450 വീടും അതിനകത്ത് 400 കൃഷിക്കാരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ 125 അല്ലെ 150 കൃഷിക്കാർക്ക് ഒരു പാക്കറ്റ് വേപ്പും പിണ്ണാക്ക് കൊടുക്കും. യഥാർത്ഥ കൃഷിക്കാർക്ക് അതൊന്നും ലഭ്യമാകാൻ സാധ്യതയില്ല. ഈ വേപ്പും പിണ്ണാക്ക് ഒരു പാക്കറ്റ് കിട്ടിയാൽ അതുകൊണ്ടൊന്നും കൃഷി പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. നമുക്കിപ്പം വേപ്പും പിണ്ണാക്ക് മേടിക്കാൻ പുളിമലയിലുണ്ട്. പക്ഷെ അത് അവിടെ പോയി മേടിച്ചു കൊണ്ടുവന്ന ഇത് ചെയ്യാൻ ഇന്നത്തെ വില 455 രൂപയാണ് 1 കിലോ മുളകിന്റെ വില. നമുക്ക് ഉൽപാദനവും അതിന്റെ പണിക്കൂലിയും എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊന്നുമില്ല. ഏലകൃഷിയുടെ അവസ്ഥ എങ്ങനെ തന്നെ? ഏലകൃഷിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏലം തരംതിരിച്ചാണ് മാർക്കറ്റിൽ വരുന്നത്. ഞങ്ങളുടെ 7, 8, 9 എന്നുള്ള നമ്പറിൽ അരിച്ചു മാറിയിട്ട് മെയിൻ സാധനം വേറെ രീതി പോയി ഓപ്ഷന് വെക്കുന്ന 2ാം തരവോ 3ാം തരവോ ആണ്. അപ്പോൾ ഓപ്ഷന് വരുന്ന കായുടെ വില വെച്ചാണ് ഈ ചെറുകിട വ്യാപാരികൾ നമ്മളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വില കുറയുന്നത്. അങ്ങ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഞാൻ ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഇടക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങളും ഇപ്പം കൃഷി ശ്രദ്ധിക്കാതെ വന്നു. ഇപ്പം 10-12 വർഷമായിട്ട് സജീവമായിട്ട് കൃഷിയിലുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്ന കൃഷികൾ എല്ലാം തന്നെയാണോ ഇപ്പോൾ തുടരുന്നത്? അല്ല, ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കുരുമുളക്, വാഴ, കാപ്പി, അങ്ങനെ ഒരു എല്ലാം കൂടി കൂടിയുള്ള ഏടകരണം എന്നുള്ള കൃഷിയായിരുന്നു. ഇപ്പം ഒരു 4 വർഷമായിട്ട് ഏലത്തിലേക്ക് മാത്രം. എനിക്ക് 2-3 ഇടത്താട്ട സ്ഥലമുള്ള, അപ്പം ഏലം മാത്രം ചെയ്യുന്ന ഒരു പോർഷനുണ്ട്. അവിടെ ഏലം ചെയ്യുന്നു. ഏലത്തിനൊരു തറവില നിശ്ചയിക്കുക, ഒരു 1500 രൂപയെങ്കിലും വിലയുണ്ടെങ്കിൽ ഏലകൃഷി ഒരിക്കലും നഷ്ടമല്ല. കാരണം നമ്മൾ കുറെ പണി ചെയ്യണം. മുഴുവൻ കൂലി കൊടുത്ത് ചെയ്താൽ പോലും നമുക്കൊരു 40% കിട്ടും. 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 60,000 രൂപയും അതിന്റെ ചെലവും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. പോട്ട് 40,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചുള്ള അതൊക്കെ ഓടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതാണ് ആളുകൾ മടിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രതികൂലാവസ്ഥ ഇതാണ്. കാരണം പണ്ടൊക്കെ ഏലത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ വർദ്ധിച്ച രാസവളങ്ങളുടെയും രാസകീടനാശികളുടെയും വില പിന്നീട് കുറഞ്ഞിട്ടില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കേന്ദ്ര സർക്കാർ നമുക്ക് സബ്സിഡി തരുമായിരുന്നു. ഓരോ വളത്തിനും സബ്സിഡി ഉണ്ടായിരുന്നു. 10-26 മേടിച്ചാലും ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പം സബ്സിഡി എന്ന് പറയുന്ന സംവിധാനമില്ല. നിശ്ചിത വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നു. പിന്നെ സർവീസ് സഹകരണ മേഖലയിലുള്ള അവിടെ പോയി മേടിച്ചാൽ അമിതമായിട്ടുള്ള പൈസ മേടിക്കാതെ അവർ വളം തരുന്നതുകൊണ്ടൊക്കെയാണ് കൃഷിക്കാർ ഉപയോഗിക്കുന്നത്. യാതൊരു സബ്സിഡി പുനഃസ്ഥാപിക്കണം. കൃഷിക്കാരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ കൃഷി വിട്ടുപോയി. ഇപ്പോൾ ശരാശരി ഒരു 40% ആളുകളും വിദേശത്തേക്ക് പോവുകയാണ്, ചെറിയതും വലുതുമായ ജോലിയായിട്ടും പഠിക്കാനായിട്ടും. അതിന്റെ കാരണം ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മുന്നോട്ട് നമ്മൾ കൃഷി തകർന്നു പോകത്തുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പം ബവർസോണും വിസ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൃഷിക്കാർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത രീതിയിൽ ഒരു സംരക്ഷണമില്ല. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അവർ പാറ പൊട്ടിക്കാം, അവർക്ക് അവിടെ മണൽ കോരാം.
അവർക്ക് കറണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ കൊണ്ട് അപേക്ഷ കൊണ്ട് കൊടുത്താൽ 24 hours എന്ന് പറഞ്ഞാൽ അവിടെ വളരെ സ്പീഡിൽ കൊടുക്കുന്നു. അതിന് സബ്സിഡി ഉണ്ട്. അവിടെ കറണ്ടിന്റെ പൈസ അടയ്ക്കേണ്ടാത്ത രീതി വരെ കൃഷിക്കാർക്കുണ്ട്. പക്ഷെ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ 25 സെന്റിന് മുകളിൽ ഉണ്ടായിരിക്കണം. അതിനും ശതമാനക്കണക്കിനാണ് കൃഷിക്കാർക്ക് കറണ്ട് കിട്ടുന്നതിന് കുറച്ച് കുറവുണ്ട്. എങ്കിൽ പോലും കൃഷിക്കാരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമീപനം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റത്തുള്ളൂ. കൃഷിക്കാരെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ കാർഷിക രംഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കർഷകർ മുന്നോട്ട് പോകുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി അല്ലേ? ഇപ്പൊ അനുകൂലമായ കാലാവസ്ഥയാണ്. താങ്കളൊരു ജനപ്രതിനിധിയായിരുന്നു, കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അതെ, കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. 2000 മുതൽ 2010 വരെയുള്ള 10 വർഷക്കാലം തുടർച്ചയായിട്ട് മെമ്പറായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം നന്നായി അറിയാവുന്ന, ഇവിടുത്തെ കർഷകർ നന്നായി അറിയാവുന്ന, ഇവിടുത്തെ വരൾച്ചയെ നേരിടാനായിട്ട് കുഴൽക്കിണറുകൾ മാത്രമാണോ ആശ്രയം? കഴിഞ്ഞ 10 വർഷത്തിന് അകമായിട്ട് കുറേയേറെ നമുക്ക് മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മൾ കുറെ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പൈസയും കാര്യങ്ങളുള്ളവർക്ക് 2 കുഴൽക്കിണർ വരെയുള്ള വീടുകളുണ്ട്. ഏറ്റവും കൂടുതൽ കുഴൽക്കിണർ ചിലപ്പം കരുണാപുരം പഞ്ചായത്തിലായിരിക്കും. വെള്ളം നമുക്ക് ലഭ്യമല്ലായിരുന്നു. പക്ഷെ പല പദ്ധതികളും പണ്ട് സർവേ നടത്തിപ്പോയത്, ഉദാഹരണം നമ്മൾ പുളിയമലയിൽ നിന്ന് ഒഴുകി വന്ന് പാർക്കട വഴി കൂട്ടാറ് മുണ്ടിരുമ ആ ഭാഗത്തേക്ക് പോകുന്ന 6 ചെക്ക് ഡാമുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ 2007 ഇവിടുന്ന് സർവേ നടത്തി പോയതൊക്കെയാണ്. പിന്നെ അതിന്റെ ഒന്നും അനക്കങ്ങളല്ല. അതായത് ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് ആണ് നമ്മുടെ ഒരു കുറവ്, വെള്ളത്തിന്റെ കുറവ്. വെള്ളം സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യമില്ല. ഒപ്പം തന്നെ പല പഞ്ചായത്ത് കുളങ്ങളിലും ഇപ്പൊ അതിനകത്തൊന്നും സപ്ലൈ ഒന്നുമില്ല. അതെല്ലാം ഒറ്റപ്പെട്ടു പോയി നിൽക്കുകയാണ്. കാരണം കറണ്ട് ചാർജ് ഗുണഭോക്താക്കളുടെ ഇപ്പം ആളുകളെല്ലാം മഴവെള്ള സംഭരണി വരികയും കുഴൽക്കിണറുകൾ നിർമ്മിക്കുകയും ചെയ്തപ്പം പഞ്ചായത്ത് കുളങ്ങളിൽ നിന്നും വെള്ളം എടുക്കുന്നില്ല. അതെല്ലാം ഓരോ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിട്ട് അങ്ങ് മാറിപ്പോയിരിക്കുകയാണ്. പലയിടത്തും ഗവൺമെന്റ് മുടക്കിയ, പഞ്ചായത്ത് മുടക്കിയിരിക്കുന്ന മോട്ടറും കാര്യങ്ങളെല്ലാം ചുമ്മായിരിക്കുന്നു. അതൊന്നും തിരിച്ചു പിടിക്കാനോ കാര്യങ്ങളൊന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ കാർഷിക മേഖല പ്രതികൂലാവസ്ഥയെ നേരിടുമ്പോഴും അതിർത്തിക്കപ്പുറത്ത് കാർഷിക മേഖല സമ്പന്നമാണെന്നാണ് ടോമിച്ചേട്ടൻ പറയുന്നത്. അതിർത്തിയിലെ അപ്പുറത്ത് നമുക്കറിയാം പല കാര്യങ്ങളിലും ഇപ്പൊ കേരളവും തമിഴ്നാടും ബന്ധപ്പെട്ട് നിന്ന് തൊഴിലാളികൾ ധാരാളം പേര് ഉപജീവനത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ മാത്രമല്ല ഈ ഏലകൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഈ മേഖലയിലും തൊഴിലാളികളുടെ സാന്നിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തൊഴിലാളികളുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കർഷകരുടെ മക്കളെല്ലാം വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു. അവരെല്ലാം ഓരോ ജോലികളും കാര്യങ്ങളും പോകുന്നു. പിന്നെ രണ്ടാമത്തെ ഏലക്കാട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ കിട്ടുന്ന കൂലി ഭയങ്കര കൂലി, 500 രൂപ എന്ന് പറഞ്ഞാൽ നല്ല കൂലിയാണ്. അവർ രാവിലെ വരുന്നു, അവർക്ക് ഉച്ച കഴിയുമ്പം വീട്ടിൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ തൊഴിലാളികളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികൾ വരുന്നത്. എങ്കിൽ പോലും ഇവിടെ ഇത്രയോ അല്ലായിരുന്നു. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നില്ലായിരുന്നെങ്കിൽ ഇതിലും പരാജയപ്പെട്ടു പോകുമായിരുന്നു ഇടുക്കി ജില്ല പ്രത്യേകിച്ചും. കാരണം അന്ന് വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീകളിലെ ഒട്ടനവധി ആളുകൾ ഈ തൊഴിലരംഗങ്ങളിലേക്ക് വരികയും അവർ കൃഷിയുടെ കാര്യങ്ങൾ താല്പര്യത്തോടുകൂടി അവർ ചെയ്യാൻ തുടങ്ങിയപ്പം നല്ലൊരു വരുമാനം. ഇപ്പോൾ സ്ത്രീകൾക്ക് ജോലിയുണ്ട്, പുരുഷന്മാർ നടക്കുന്നതാണ് പലരും. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള കർഷകർക്ക് കാർഷിക മേഖലയുടെ തിരിച്ചടിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം കിട്ടി നിലനിന്ന് പോകാനായിട്ട് വഴിയൊരുക്കിയെന്നാണ് ടോമിച്ചേട്ടൻ പറയുന്നത്. ടോമിച്ചേട്ടന് ആകെ എന്തോരം ഉണ്ട് കൃഷിയിടം? എനിക്കിപ്പോൾ 1 ഏക്കർ സ്ഥലമാണുള്ളത്. 1 ഏക്കർ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഏലത്തിനകത്ത് കൂടുതലും ഞാൻ തന്നെയാണ് ജോലി ചെയ്യുന്നത്. വിളവെടുപ്പിന് മാത്രം സ്ത്രീകളെ വിളിക്കാറുള്ളൂ. മരുന്നടിക്കുന്നതും ബാക്കിയുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. കുരുമുളക് കൃഷി വലിയ മരമൊക്കെ ആയതുകൊണ്ട് അതിന് വിളവെടുപ്പിന് ആളെ വിളിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ ചെയ്തു പോകുന്നു. വീട്ടിൽ ഈ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളത്? എന്റെ കുടുംബം സപ്പോർട്ട് ചെയ്യും. മക്കളെ ഉള്ള സമയത്ത് അവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിള്ളേരും എല്ലാം പഠിത്തം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു മൂത്തയാളും കുടുംബവും പുറത്തേക്ക് പോയി. ഇളയ മോനും ഇവിടെ വിദ്യാഭ്യാസമായിട്ട് നാഗപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ പോകുന്നു. പിന്നെ നമുക്ക് തൊഴിലുറപ്പിന്റെ കാര്യം ഒന്നുകൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഇപ്പോൾ ഈ കൃഷിക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള ജോലികളല്ല നടക്കുന്നത്. കാരണം വടക്കേ ഇന്ത്യയിലുള്ള കൃഷിയുടെ രീതിയല്ല കേരളത്തിലുള്ള. കേരളത്തിലുള്ള കൃഷിക്കാരെ സഹായിക്കാനായിട്ട് ഇപ്പം കൊടിക്കാവുന്ന കാട് ചെത്തുക, അവരല്ലെ കൊടി സംരക്ഷിക്കണം, ഏലത്തിനകത്ത് നിയമ സംവിധാനങ്ങൾ മാറ്റി കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒരു പരിപാടി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃഷിക്കാർക്ക് ഗുണം ചെയ്യും. ഇപ്പം കൊടുക്കുന്ന 100 ദിവസത്തെ പണി എന്ന് പറയുന്ന ഒരു 150 ദിവസമെങ്കിലും ആകുക. അപ്പം കൃഷി നശിച്ചു പോകുന്നുകൊണ്ടിരിക്കുന്ന കൃഷി പുനർജീവിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റുകളും കൂടി ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വളരെ അനിവാര്യമായ കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭക്ഷ്യവിള കൃഷിയല്ല ഒരു കാലഘട്ടത്തിൽ സമ്പന്നമായിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും ഭക്ഷ്യവിളകൾ എന്തെങ്കിലും അങ്ങ് ചെയ്യുന്നുണ്ടോ? ഭക്ഷ്യവിള ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയയാണ്. അവിടുന്ന് കാട്ടുമൃഗങ്ങൾ കണ്ടവാനും കയറി വരുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലും പിടിക്കാനും പറ്റിയാൽ അവരെ തടയാനും പറ്റാത്ത സ്ഥിതിയുണ്ട്. എങ്കിലും കുറച്ച് ചേമ്പ്, കാച്ചില്, ചേന അങ്ങനെയുള്ള കുറെ ഇടവിള കൃഷിയായിട്ട് കപ്പയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഈ അതിർത്തിയിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ഭാര്യയുണ്ട്, മക്കളാരും ഇല്ല? മക്കളെ ആരും ഇല്ല ഇവിടെ. മൂത്ത മകനും കുടുംബം ഇപ്പം UK-ലാണ്. അവർ ഇവിടുന്ന് പോയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇളയ മകന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഉപരി പഠനമൊക്കെ ആയിട്ട് നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മഹാരാഷ്ട്രയിലാണ്. എന്തായാലും കാർഷിക രംഗത്ത്
താല്പര്യത്തോടു കൂടി കടന്നു വന്ന് ഈ രംഗത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും ഈ രംഗത്തെ പ്രതികൂലാവസ്ഥകളെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്ത ഒരാളാണ് കെ ഡി തോമസ് കാരയ്ക്കൽ. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ 10 വർഷത്തോളം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം ശ്രോതാക്കൾ കേട്ടത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഇടുക്കി കരുണാപുരത്തെ മാതൃകാ കർഷകനും കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയുമായിരുന്ന കെ ഡി തോമസ് കാരയ്ക്കൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും. കേരളത്തിൽ പ്രത്യേകിച്ച് താഴ്വാരങ്ങളിലും ഇടനാടുകളിലും കുരുമുളകിൽ കാണുന്ന ഏറ്റവും ഗുരുതരമായ കീടമാണ് പൊള്ളുവണ്ട്. വളർച്ചയെത്തിയ വണ്ടുകൾ കുരുമുളകിൻ്റെ ഇളം തണ്ടുകൾ, ഇലകൾ, തിരികൾ എന്നിവ തിന്നു നശിപ്പിക്കും. അങ്ങനെ ക്രമമല്ലാത്ത രീതിയിലുള്ള പാടുകൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടും. വണ്ടിൻ്റെ ലാർവ ഇളം തിരികളിലും കായ്കളിലും കടന്ന് ഉൾഭാഗം തിന്നു തീർക്കും. അതുവഴി തിരികളിൽ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും കായ്കൾ പൊള്ളയായി തീരുകയും ചെയ്യും. തോട്ടങ്ങളിൽ അധികമായി തണൽ ലഭിക്കുന്ന ഭാഗങ്ങളിലാണ് പൊള്ളുവണ്ടുകളുടെ ആക്രമണം കൂടുതലുള്ളത്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോട്ടങ്ങളിലെ തണൽ മരങ്ങളുടെ ശാഖകൾ കോതി തണൽ ക്രമീകരിക്കുകയും വെയിൽ കടന്നു ചെല്ലാൻ അനുവദിക്കുകയും വേണം. ഇതുവഴി കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ സാധിക്കും. 2-3 ആഴ്ചകളുടെ ഇടവേളയിൽ വേപ്പ് അടിസ്ഥാനമായുള്ള കീടനാശിനി 0.3% തളിച്ചു കൊടുക്കുന്നത് പൊള്ളുവണ്ടുകളെ നിയന്ത്രിക്കും. ശൽക്ക കീടങ്ങൾ. ഉയർന്ന പ്രദേശങ്ങളിൽ മസൽ സ്കെയിൽ, കോക്കനട്ട് സ്കെയിൽ തുടങ്ങിയ വിവിധ ശൽക്ക കീടങ്ങൾ കുരുമുളകിന് നാശം വിതയ്ക്കാറുണ്ട്. പ്രധാന തണ്ടിലും ശാഖകളിലും മൂപ്പെത്തിയ ഇലകളിലും കായകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവ നീരൂറ്റി കുടിക്കും. അതുവഴി പാടുകളുണ്ടാവുകയും മഞ്ഞയ്ക്കുകയും ഇലകൾ ഉണങ്ങിപ്പോവുകയും ചെയ്യും. പിന്നീട് കീടബാധയുള്ള തണ്ടുകൾ വാടുകയും ഉണങ്ങുകയും ചെയ്യുന്നു. അധികമായ കീടാക്രമണമുള്ള ഇളം കൊടികൾ നശിച്ചു പോകും. മഴയ്ക്ക് ശേഷവും വേനൽ മാസങ്ങളിലുമാണ് കൂടുതലായി ശൽക്ക കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത്. പ്രകൃതിജന്യ ഉൽപ്പന്നങ്ങളായ 0.3% വേപ്പെണ്ണ അല്ലെങ്കിൽ 3% മീനെണ്ണ എന്നിവ ശൽക്ക കീടങ്ങളെ തുടക്കത്തിൽ നശിപ്പിക്കാൻ ഗുണകരമാണ്. വേരിലെ മീലിമൂട്ട. ഉയർന്ന പ്രദേശങ്ങളിൽ കുരുമുളകിൻ്റെ വേരുകളിൽ മീലിമൂട്ടകളുടെ ആക്രമണം സാധാരണമാണ്. വേരുചീയലും വിരകളുടെ ആക്രമണവുമുള്ള കൊടികളിൽ ഇവയുടെ ആക്രമണം കൂടുതലായിരിക്കും. വേരിലെ മീലിമൂട്ട കോളനികൾ മണ്ണിൽ തണ്ടുകളുടെ അടിവശത്തായും വേരുകളിലും പറ്റിപ്പിടിച്ചിരിക്കും. ഇതുമൂലം മഞ്ഞപ്പും ഇലകളുടെ വാട്ടവും തണ്ടുകളുടെ നാശവും ഉണ്ടാകുന്നു. മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളിലാണ് ഈ കീടങ്ങളുടെ ആക്രമണം അധികമായി കാണുന്നത്. കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്ത തണ്ടുകൾ നടുന്നതും വേനലിൽ തോട്ടത്തിലെ കളകൾ നീക്കുന്നതും പുകയില സത്ത് 2% എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വേരിലെ മീലിമൂട്ടകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. വേരുചീയലിനെതിരെയും വിരകൾക്കെതിരെയും ശരിയായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സാവധാനവാട്ടം. കുരുമുളകിനെ നശിപ്പിക്കുന്നൊരു രോഗമാണിത്. ഇലകൾ മഞ്ഞയ്ക്കുന്നതും ഇല കൊഴിയുന്നതും ഉണങ്ങിപ്പോകുന്നതുമാണ് പുറമെയുള്ള രോഗലക്ഷണങ്ങൾ. മണ്ണിലെ ഈർപ്പം കുറയുന്നതിനനുസരിച്ച് ഇലകളിലെ മഞ്ഞപ്പ് പ്രത്യക്ഷപ്പെടുന്നത് ഒക്ടോബറിലാണ്. മെയ് ജൂൺ മാസത്തിൽ തെക്ക് പടിഞ്ഞാറൻ മഴക്കാലം തുടങ്ങുന്നതോടെ രോഗബാധിതമായ ചില തണ്ടുകൾ രക്ഷപ്പെടുകയും പുതിയ ഇലകൾ വളർന്നു വരികയും ചെയ്യും. എന്നാൽ അടുത്ത സീസണിൽ മഴ കുറയുന്നതോടെ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും സാവധാനത്തിൽ ചെടികളുടെ കരുത്തും ഉൽപാദനക്ഷമതയും നശിക്കുകയും ചെയ്യും. വിരകളുടെ ആക്രമണം മൂലം വേരുകളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടതിന് ശേഷമാകും മുകൾ ഭാഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. വേരുകളിൽ കെട്ടുകളുണ്ടാകുന്നതും തുരന്നു കയറുന്നതുമായ വിരകൾ മൂലം കോശങ്ങൾ നശിക്കുകയും വേരുകളിൽ മുഴകൾ രൂപപ്പെടുകയും വേരുകൾ ചീഞ്ഞ് നശിക്കുകയും ചെയ്യും. വളരെയധികം വിരകൾ കാണുന്നുണ്ടെങ്കിൽ കൊടികളെ രക്ഷപ്പെടുത്താൻ പ്രയാസമായതിനാൽ കീടബാധയേറ്റ തണ്ടുകൾ പിഴുതെടുത്ത് നശിപ്പിച്ചു കളയണം. രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. വിരകളുടെ ബാധയില്ലാത്ത വേരുപിടിച്ച തണ്ടുകൾ ഫ്യൂമിഗേറ്റ് ചെയ്തോ നീരാവി ഉപയോഗിച്ച് അണുനശീകരണം വരുത്തിയതോ ആയ നഴ്സറി മിശ്രിതത്തിൽ നട്ടു വളർത്തിയതിനു ശേഷം വേണം കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ.
സൗരീകരണം നടത്തിയോ നീരാവി ഉപയോഗിച്ചോ നഴ്സറി മിശ്രിതം അണുനശീകരണം നടത്താം. കൊടിയൊന്നിന് 1 കിലോ എന്ന തോതിൽ ചതച്ച വേപ്പിൻകായ ചേർക്കുന്നതും ജൈവ നിയന്ത്രകങ്ങളായ പോച്ചോണിയ, ക്ലാമിഡോസ്പോറിയ, ട്രൈക്കോഡെർമ എന്നിവ കൊടിയൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ചേർത്തു കൊടുക്കുന്നതും വിരയെ നിയന്ത്രിക്കാൻ സഹായിക്കും. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. കുടംപുളിയുടെ ഔഷധപ്പെരുമ. പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ഉത്തമ ഔഷധിയായി കുടംപുളി ലോകം മുഴുവൻ അറിയുന്നു. കുടംപുളിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് അമ്ലം എന്ന രാസഘടകത്തിന് ശരീരത്തിലെ മേധസ്സിനെയും കൊളസ്ട്രോളിനെയും കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ശരീരത്തിലെ വിശപ്പ് കുറയ്ക്കുവാൻ കഴിവുള്ള സിറോട്ടോണിൻ എന്ന രാസത്വരകത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിന് ഹൈഡ്രോക്സി സിട്രിക് അമ്ലത്തിന് കഴിവുണ്ട്. ഇതിനു പുറമെ കൊഴുപ്പ് ശേഖരിക്കുന്നതിന് സഹായകമായ രാസത്വരകങ്ങളുടെ ഉൽപ്പാദനത്തെ ഈ അമ്ലം തടയുന്നതായും കണ്ടെത്തി. അൾസർ കുറയ്ക്കുന്നതിനും കുടംപുളി സഹായകമാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള പൂരിക കൊഴുപ്പ് അമ്ലങ്ങളുടെ ശേഖരത്തെ ഈ ഔഷധി കുറയ്ക്കുന്നില്ല. അതിനാൽ ഈ ഔഷധി ദീർഘകാലം ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നിരുന്നാലും ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, പ്രമേഹമുള്ളവർ എന്നിവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ഉപയോഗിക്കാവൂ. വളരെ കാലമായി നമ്മുടെ മീൻകറിയിലെ പ്രധാന ചേരുവയാണ് കുടംപുളി. പശ്ചിമഘട്ടമാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശമെന്ന് കരുതുന്നു. ഇന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള നിത്യഹരിത വനങ്ങളിലാണ് ഈ സസ്യം പ്രധാനമായും കാണുന്നത്. ക്ലൂസിയേസി കുടുംബത്തിലെ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം ഗാസിനിയ കംബോജിയ എന്നാണ്. ആവശ്യക്കാർ ഏറിയതിനാൽ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് കൃഷി ചെയ്യുന്നു. ഈ നിത്യഹരിത വൃക്ഷം ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൂവണിയുകയും ആഗസ്റ്റിൽ കായ്ക്കുകയും ചെയ്യുന്നു. ആയുർവേദം ഗുൽമ രോഗത്തിന് നല്ല ഔഷധമായിട്ടാണ് കുടംപുളിയെ കാണുന്നത്. പക്വാശയത്തിൽ നിന്ന് കോപിച്ച വായുവിനെ അടക്കാൻ കരിമീൻ കുടംപുളി ചേർത്ത് കറി വെച്ച് കഴിക്കുന്നത് ഉത്തമമാണെന്ന് അഷ്ടാംഗ ഹൃദയം പറയുന്നു. വാത, കഫ വികാരങ്ങൾ ശമിപ്പിക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും കുടംപുളി ഉത്തമമാണ്. അർശസ്, രക്തവാർച്ച ഇവ ശമിക്കുന്നതിനും ഗ്രഹണി രോഗങ്ങൾക്കും കുടംപുളി ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നു. ആയുർവേദത്തിലെ രാസാദി ഗുണങ്ങളിൽ കുടംപുളി അമ്ലത്തോടു കൂടിയ ഔഷധിയാണ്. ലഘു രൂക്ഷ ഗുണവും ഉഷ്ണവീര്യവും ഈ ഔഷധിയുടെ പ്രത്യേകതകളാണ്. തൈലം, ഫലമജ്ജം, വേരിന്മേൽ തൊലി തുടങ്ങിയവ ഉപയോഗിക്കുന്നു. കുടംപുളി കൊണ്ടുള്ള കഷായം വാതരോഗത്തിന് ഉത്തമമാണ്. അർശസിന് കുടംപുളി തൈര് ചേർത്ത് കൊടുക്കാറുണ്ട്. കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത സത്ത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കുന്നത് തടി കുറയുന്നതിനും ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാനും സഹായിക്കും. കൊളസ്ട്രോൾ കുറയുന്നതിനും മേൽപ്പറഞ്ഞ പ്രകാരം സേവിക്കുന്നത് നല്ലതാണ്. കുടംപുളി ഉണക്കി പൊടിച്ചത് 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ തൈരിൽ കലക്കി ദിവസം 2-3 നേരം ഉപയോഗിക്കുന്നത് രക്തവാർച്ച നിർത്താൻ സഹായകമാണെന്ന് ചരക സംഹിത. കുടംപുളിയുടെ തൈലം ശരീരത്തിൽ തേക്കുന്നത് വ്രണങ്ങൾ, പൊള്ളൽ തുടങ്ങിയവ ശമിക്കുന്നതിന് സഹായകമാണ്. ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ വേരിന്മേൽ തൊലി അരച്ച് പുരട്ടുന്നതും കഷായം കൊണ്ട് കഴുകുന്നതും നല്ലതാണ്. ഗുൽമ രോഗത്തിന് കുടംപുളി കഷായം സേവിക്കാം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ
കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഭയ്യാ